ശേഷം ഒരു സൂറത്ത് മുഴുവനായിട്ട് പാരായണം ചെയ്യാമോ, അതല്ല ഒരു സൂറത്തിൽ നിന്ന് അല്പം ചെയ്യണോ? അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലെ. ചിലപ്പോ ആ ഒരു സൂറത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുറച്ച് പാരായണം ചെയ്യുമായിരുന്നു, ചിലപ്പോൾ കൂടുതൽ പാരായണം ചെയ്യുമായിരുന്നു, ചിലപ്പോൾ സൂറത്ത് മുഴുവൻ ഓതുമായിരുന്നു, ചിലപ്പോൾ സൂറത്തിന്റെ ഭാഗം ഓതുമായിരുന്നു അല്ലെ. നബി ഓതാൻ വിചാരിച്ച് ഓതി തുടങ്ങിയിട്ട് കുട്ടികളുടെ കരച്ചിൽ കേൾക്കുമ്പോൾ നബി അവസാനിപ്പിക്കുമായിരുന്നു. ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അല്ലെ. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, സദൃശ്യമായ സൂറത്തുകൾ എന്ന് പറയും, അതായത് ഏകദേശം ഒരേപോലെയുള്ള സൂറത്തുകളൊക്കെ ചേർത്ത് ഓതാറുണ്ട്. 2 സൂറത്ത് ഒരു റക്അത്തിൽ തന്നെ ഓതുന്ന സമ്പ്രദായം. ഫാത്തിഹ കഴിയുന്നു, ഒരു സൂറത്ത് കഴിയുന്നു, അടുത്ത സൂറത്ത് ഓതുന്നു. ഇങ്ങനത്തെ ഒരു സ്വഭാവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ടായിരുന്നു. മുഫസ്സൽ സൂറത്തുകളിൽ നിന്നാണ് നബി അങ്ങനെ ചെയ്തിരുന്നത്. അപ്പൊ എന്താ ഈ മുഫസ്സൽ സൂറത്ത്? മുഫസ്സൽ സൂറത്ത്, അതുപോലെ തന്നെ അസ്സബ്ഉ തിവാൽ, അതുപോലെ തന്നെ മസാനി, അതുപോലെ തന്നെ വേറൊരു കാറ്റഗറിയും കൂടി ഉണ്ട്. അടുത്ത സ്ലൈഡിൽ നമ്മൾ അതിന്റെ ഒരു ജസ്റ്റ് സൂചന നൽകിയിട്ടുണ്ട്. അടുത്ത സ്ലൈഡ് ഒന്ന് കാണിക്കുമോ? അൻവാ ഉസ്വാർ. ഏതൊക്കെയാണ് അൻവാ ഉസ്വാർ എന്നുള്ളത്? സൂറത്തുകളുടെ ഇനങ്ങൾ. പോട്ടെ. അഖ്സാമുൽ ഖുർആനിൽ കരീം. عن وابلة بن الأسقى أن النبي صلى الله عليه وسلم قال: أعطيت مكان التوراة 7 وأعطيت مكان الزبور المئين وأعطيت مكان الإنجيل المثاني وفضلت بالمفصل. صححه الباني في صحيحه. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, എനിക്ക് തൗറാത്തിന് പകരമായി 7 സൂറത്തുകൾ നൽകിയിട്ടുണ്ട്. തൗറാത്തിന് ബദലായിട്ട് 7 സൂറത്തുകൾ. ഏതൊക്കെയാണ് ആദ്യത്തെ 7 സൂറത്തുകൾ? സൂറത്തു ബഖറ, പിന്നെ സൂറത്തു ആലി ഇമ്രാൻ, പിന്നെ ഇത്രയും സൂറത്തുകളാണ്. അതുപോലെ തന്നെ അൻഫാലും അതിൽ ഉൾപ്പെടും കേട്ടോ. അൻഫാൽ, ഫാത്തിഹ ഒഴികെ ബഖറ, ആലി ഇമ്രാൻ, അന്നിസാ, അൽ മാഇദ, അൽ അൻആം, അൽ അഅറാഫ്, അൽ അൻഫാൽ. ഓക്കെ. ഇങ്ങനെ നബി പറയാണ്, തൗറാത്തിന് പകരമായിട്ട് അല്ലെങ്കിൽ തൗറാത്തിന്റെ സ്ഥാനത്ത് എനിക്ക് ഈ ആദ്യത്തെ 7 സൂറത്തുകളാണ് തന്നിട്ടുള്ളത്. സബൂർ. സബൂർ എന്ന് പറഞ്ഞാല് എന്താണ്? സബൂർ എന്ന് പറഞ്ഞാല് ദാവൂദ് നബിക്ക് കൊടുത്തു. വേദഗ്രന്ഥാണ്. സുവിശേഷം എന്നാണ്, സങ്കീർത്തനം എന്നാണ് അതിന്റെ അർത്ഥം. സങ്കീർത്തന പുസ്തകം എന്ന് കേട്ടിട്ടില്ലേ? ദാവീദിന്റെ സങ്കീർത്തനങ്ങൾ എന്ന് കേട്ടിട്ടില്ലേ? അപ്പൊ അതാണ് മക്കാന സബൂരി അൽ മഈൻ. എന്ന് പറഞ്ഞാൽ ഇവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 100 ആയത്തുകൾ ഏകദേശം വരുന്ന സൂറത്തുകളാണ്. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് അതിന്റെ തൊട്ട് താഴെയുള്ള സൂറത്തുകൾ. മക്കാന അൽ ഇൻജീലി അൽ മസാനി. മസാനി എന്ന് പറഞ്ഞാൽ 100നോട് അടുത്ത് ആയത്തുകളുള്ള സൂറത്തുകൾ. വഫുളിൽതു ബിൽ മുഫസ്സൽ. അത് കൂടാതെ എനിക്ക് മുഫസ്സലായ സൂറത്തുകൾ അവയും അനുഗ്രഹമായി തന്നിട്ടുണ്ട് എന്ന് സ്വഹീഹായ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോ ഇൻജീലിനും തൗറാത്തിനും സബൂറിനും അതുപോലെ തന്നെ പിന്നെ ഒക്കെ കടപിടിക്കുന്ന, വേദഗ്രന്ഥങ്ങളോട് കടപിടിക്കുന്ന ഒരു പുസ്തകമാണ്, ഗ്രന്ഥമാണ്, വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. അതിൽ ഏതൊക്കെ സൂറത്തുകളാണ്, എങ്ങനെയൊക്കെയാണ് തരം തിരിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. അടുത്ത സ്ലൈഡിൽ അത് പറയുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോന്നറിയില്ല. അസ്സബ്ഉ തിവാൽ എന്ന് പറയുന്നത് മിനൽ ബഖറ ഇല ബറാഅ.
അൽ മഊൻ അല്ലെങ്കിൽ അൽ മഈൻ എന്നൊക്കെ പറയുന്നത് മാസാദത്ത് ആയാത്തിഹി അൻ മിഅ ഔ ഖാരിബ്. മി- 100 സൂറത്തോ അതിനടുത്ത് ആയത്തുകളോ ഉള്ളതാണ്. ഏഹ് 100 100ന്റെ അടുത്തോ ആയത്തുകളുള്ള സൂറത്തുകളാണ് അൽ മഊൻ എന്ന് പറയുന്നത്. പിന്നത്തെ ഗ്രൂപ്പ് ഏതാണ്? അൽ മസാനി. റബി ആയതുകൊണ്ട് ഇവിടെ ഇങ്ങോട്ടാണ് കേട്ടോ വായിക്കുന്നത്. അൽ മസാനി മാ ജാഅത്ത് ബഅദൽ മഈനി മിമ്മ ദൂനൽ മിഅ ആയ, അതായത് 100 ആയത്തുകളിൽ കുറവ് ആയത്തുകളുള്ള സൂറത്തുകളെയാണ് അൽ മസാനി എന്ന് പറയുന്നത്. പിന്നെ അൽ മുഫസ്സൽ മിൻ സൂറത്ത് ഖാഫ് ഇല നാസ്, ഖാഫ് മുതൽ നാസ് വരെയുള്ള. ഇതാണ് സബ്അ അല്ലെങ്കിൽ സബ്അ തിവാൽ എന്ന് പറയുന്നതും അൽ മഈൻ അല്ലെങ്കിൽ മഊൻ എന്ന് പറയുന്നതും മസാനി എന്ന് പറയുന്നതും മുഫസ്സൽ എന്ന് പറയുന്നതും. ഓക്കെ, ഇങ്ങനെയാണ് ഖുറാന്റെ സൂറത്തുകളെ തരംതിരിച്ചിട്ടുള്ളത്. ശരി. അപ്പൊ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചേർത്ത് ഓതാറുണ്ടായിരുന്നു ചില സൂറത്തുകൾ. ഏത്? മുഫസ്സലുകളായ ഖാഫിന് താഴേക്കുള്ള സൂറത്തുകൾ. സൂറത്തു ഖാഫ്, സൂറത്തു ഖാഫ് 50-ാമത്തെ സൂറത്താണ് സൂറത്തു ഖാഫ്. അവിടുന്ന് അങ്ങോട്ടുള്ള, അതായത് ഖുറാനിലെ ആകെ 114 അധ്യായങ്ങളാണല്ലോ. അപ്പൊ ഖുറാനിന്റെ പകുതി വരെയാണ് സബൂറും ഇഞ്ചീലും തൗറാത്തും ഒക്കെ, അതിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആയത്തുകളും സൂറത്തുകളും ഒക്കെ ഉള്ളത്. അതിനപ്പുറം പകുതി, ബാക്കി പകുതി എന്ന് പറയുന്നത് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള മഹത്വമായിട്ട് അധികമായി നൽകിയതാണെന്നാണ്. അത് ഈ ഉമ്മത്തിനുള്ള അംഗീകാരം കൂടിയാണ്, നബിക്കുള്ള അംഗീകാരം എന്നതുപോലെ. മനസ്സിലായില്ലേ? അപ്പൊ ഖാഫ് മുതൽ ഖാഫ്, ദാരിയാത്ത്, طور نجم قمر റഹ്മാൻ വാഖിഅ ഹദീദ് മുജാദില ഹശ്ർ മുംതഹിന സഫ് ജുമുഅ മുനാഫിഖൂൻ തഗാബുൻ ത്വലാഖ് തഹരീം മുൽക്ക് ഖലം ഹാഖ മാരിജ് നൂഹ് ജിന്ന് മുർസൽ മുസമ്മിൽ മുദസ്സിർ അൽ ഖിയാമ അൽ ഇൻസാൻ മുർസലാത്ത് നബഅ നാസിയാത്ത് അബസ തക്വീർ ഇൻഫിതാർ മുത്തഫിഫീൻ الانشقاق ബുറൂജ് ത്വാരിഖ അല ഗാഷിയ ഫജ്ർ ബലദ് ശംസ് അല്ലൈൽ അല്ലുഹ. ഇങ്ങനെ തുടങ്ങി ഷറഹ് തീന് അലഖ് ഖദർ ബയ്യന സൽസല ആദിയാത്ത് ഖാരിയ തകാസുർ അസർ ഹുമസ ഫീൽ ഖുറൈശ് മാഊൻ കൗസർ കാഫിറുൻ നസർ മസദ് ഇഖ്ലാസ് ഫലഖ് നാസ്. ഇങ്ങനെയുള്ള മുഫസ്സലായ സൂറത്തുകൾ. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സൂറത്തിനെ ഓതി കഴിഞ്ഞതിന് ശേഷം ഒരു റക്അത്തിൽ തന്നെ മറ്റൊരു സൂറത്തും കൂടി ഓതാറുണ്ട്. അതിൽ നബി കൂട്ടി ഓതിയിരുന്നതായി ഹദീസുകളിൽ വന്നിട്ടുള്ള പിന്നെ കാര്യങ്ങളാണ്, ഉദാഹരണങ്ങളാണ് ഇവിടെ ഈ നമ്മുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളത്. നബി മുഫസ്സൽ സൂറത്തുകളിൽ നിന്നുള്ള ജോഡികൾ ഒന്നിച്ച് ചേർത്തുകൊണ്ട് ഓതും. അവിടുന്ന് അർ റഹ്മാൻ, അൻ നജ്മ്, റഹ്മാനും നജ്മും എന്നിവ ഒരു റക്അത്തിൽ ഓതും. അൽ ഖമർ അൽ ഹാഖ ഇതൊരു റക്അത്തിൽ, അത്തൂർ അൽ ദാരിയാത്ത് ഇതൊരു റക്അത്തിൽ, അൽ വാഖിഅ അൽ ഖലം ഇതൊരു റക്അത്തിൽ, അൽ മാരിജ് അൻ നാസിയാത്ത് ഇതൊരു റക്അത്തിൽ, അൽ മുത്തഫിഫീൻ അൽ അബസ ഒരു റക്അത്തിൽ, മുദ്ദസിറും മുസമ്മിലും ഒരു റക്അത്തിൽ, ദഹറും ഖിയാമയും ഒരു റക്അത്തിൽ, നബഉം മുർസലാത്തും ഒരു റക്അത്തിൽ, ദുഖാനും തക്വീറും ഒരു റക്അത്തിൽ. ഇങ്ങനെയൊക്കെ നബി ചേർത്ത് ചേർത്ത് ഓതാറുണ്ട്. ഇപ്പൊ ഒരാള് പിന്നെ ചേർത്ത് ഓതുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബന്ധമില്ലാത്ത സുഹൃത്തുക്കൾ അങ്ങനെ ചേർത്ത് ഓതിയതായിട്ട് ഇത് കാണുന്നില്ല. പിന്നെ ഇതിനകത്ത് അതിന്റെ വിശദീകരണത്തില് പിന്നെ ആശയങ്ങളൊക്കെ നോക്കിയിട്ടാണ് പ്രവാചകൻ അങ്ങനെ ഓതാറുള്ളത് എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ ഒരു നളായിർ എന്ന് പറഞ്ഞാല് ഒരേ ആശയങ്ങളുള്ള സൂറത്തുകൾ. ഇപ്പം മുദ്ദസിറും മുസമ്മിലും അതൊക്കെ ഒരേ ആശയങ്ങളുള്ള സൂറത്തുകളാണ്. അപ്പോ അങ്ങനെ ചിലപ്പോൾ അതിന്റെ ലെങ്ത് കൊണ്ട് അതിന് രണ്ട് സൂറത്തായിട്ട് പ്ലേസ് ചെയ്തതായിരിക്കാം.
അല്ലെങ്കിൽ പഠിച്ചവനെ എന്താണ് അതിനുള്ള യുക്തി എന്നറിയില്ല. എന്തായിരുന്നു അങ്ങനെ നവായിർ എന്നറിയപ്പെടുന്ന സൂറത്തുകൾ, അവ രണ്ടിലും ഉപദേശങ്ങളോ കൽപ്പനകളോ കഥകളോ ഉണ്ടായിരിക്കും. മുഫസ്സിൽ വിഭാഗത്തിൽപ്പെട്ട ഇതുപോലുള്ള നവായറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതാറുണ്ടായിരുന്നു എന്നാണ്. ശരി, ഇനി അടുത്ത ഭാഗം നോക്കുക നിങ്ങള്. ആദ്യത്തെ അക്കം സൂറത്തിന്റെ നമ്പറും രണ്ടാമത്തെ അത് ഈ നമ്പർ തന്നാണ് കേട്ടോ. ഓരോന്നിലും സമാന ആശയങ്ങളുള്ള ഈ സൂറത്ത് മിക്കതും ചേർത്ത് ഓതുന്നതിൽ മുസ്ഹഫിൽ കാണപ്പെടുന്ന ക്രമം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിഗണിച്ചിട്ടില്ല എന്നാണ്. അതായത് തൊട്ടടുത്തടുത്ത സൂറത്തുകൾ മാത്രമല്ല, അതല്ലാത്ത സൂറത്തുകളും നബി ഓതിയിരുന്നു എന്നാണ്. ആദ്യത്തെ സൂറത്തുകളുടെ ക്രമ നമ്പർ ഇട്ടത് തന്നെ നമുക്ക് വ്യക്തമാക്കി തരുന്നു. അതിനാൽ മുസ്ഹഫിലെ ക്രമം പാലിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമെങ്കിലും കൂടി അത് പാലിക്കാതെ ചെയ്യാനുള്ള അനുവാദമുണ്ട് എന്നതിന് തെളിവാണിത്. രാത്രി നമസ്കാരം എന്ന അധ്യായത്തിൽ ഖുർആൻ പാരായണത്തെ സംബന്ധിച്ചും ആണുണ്ട്. 55, 78, 54, 55. ഞാൻ നോക്കണ എന്താ അറിയോ, ഇതില് ഉണ്ട് അല്ലേ, 70, 44 ഓതിയിട്ടുണ്ട് അല്ലെ. മാരിജും നാസിയാത്തും ഓതിയിട്ടുണ്ട്. 79, 46 ഓതിയിട്ടുണ്ട്. 68, 52 ഓതിയിട്ടുണ്ട്. 74, 56 ഓതിയിട്ടുണ്ട്. 76, 31 ഉണ്ട്. ദഹറും ഖിയാമയും. അതായത് സാധാരണ പറയാറുണ്ട് നമ്മള് ഇപ്പം ഖുർആന്റെ ആ തർത്തീബ് അനുസരിച്ച് ഓതണം എന്നുള്ളത്. ഒന്നാമത്തെ റക്അത്തില് ഓതുന്ന സൂറത്ത് പിന്നെ ഫലക്കാണെങ്കിൽ രണ്ടാമത്തെ റക്അത്തില് നമ്മൾ നാസ് ഓതുക, അല്ല സോറി, അതന്നെ നാസ് ഓതുക, അല്ലാതെ ഇഖ്ലാസ് ഓതരുത് എന്നുള്ളത് പറയാറുണ്ട് സാധാരണ. ഇഖ്ലാസ് ആണ് ഒന്നാമത്തിൽ ഓതണമെങ്കിൽ ഫലക്ക് ഓതുക. 2 റക്അത്തുള്ള നിസ്കാരങ്ങളാണെങ്കിൽ മഗ്‌രിബിക്കൊക്കെ ഒന്നാമത്തെ റക്അത്തില്, അതായത് ആ ഖുർആന്റെ എന്താണ് പറയാ തർത്തീബ് ഉണ്ടല്ലോ, ഒന്നാമത്തെ അധ്യായം മേലത്തെ സൂറത്ത് ആദ്യം ഓതുക, രണ്ടാമത്തെ സൂറത്ത് പിന്നെ എന്നുള്ള ഒരു ക്രമം ഉണ്ടല്ലോ, ആ ക്രമം പാലിക്കാൻ സാധാരണ പറയാറുണ്ട്. പക്ഷെ ഇവിടെ ആ ക്രമം ലംഘിച്ചതായിട്ട് ചില സ്ഥലത്ത് കാണാനുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അതാണ് ഈ വിശദീകരണത്തിൽ പറയുന്നത്. ക്രമിക്കുന്നതാണ് ഏറ്റവും ഉത്തമം എങ്കിലും നബി ഒരേ ആയത്തിൽ അല്ല ഒരേ റക്അത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 2 സൂറത്ത് ഓതുമ്പോ അതിൽ ക്രമം തെറ്റിച്ചതായിട്ട് കാണുന്നുണ്ട് എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഓതുന്ന സ്ഥലത്ത് നബി അത് പാലിച്ചിട്ടില്ല എന്നർത്ഥം. ശരി, ഇനി നമുക്ക് അടുത്ത ഭാഗം പോവാം. പിന്നെ ചിലപ്പോൾ അവിടുന്ന് 7 തിവാല് നീണ്ട സൂറത്തുകൾ അത് ഒന്നിച്ചോതാറുണ്ട്. അതെവിടെ? അത് രാത്രി നമസ്കാരങ്ങളിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒറ്റ റക്അത്തിൽ പിന്നെ 7 തിവാലുകളിൽ നിന്നുള്ള സൂറത്തുകൾ ഒന്നിച്ചു ചേർത്തുകൊണ്ട് ഇപ്പൊ ബക്കറയും നിസാവും ഒന്നിച്ചേർത്താണ്ട് ഓതും, നിസാവും ആലി ഇമ്രാനൊക്കെ ഒന്നിച്ചേർത്ത് അങ്ങോട്ട് ഓതും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യാറുണ്ടായിരുന്നു എന്ന് ഹദീസുകൾ വന്നിട്ടുണ്ട്. എന്നിട്ട് നബിയുടെ ഒരു ഹദീസും കൊടുത്തിരിക്കുകയാണ്, ഏറ്റവും ഉത്തമമായ നമസ്കാരം ദീർഘമായി നിന്ന് നമസ്കരിക്കുന്നതാണ്. രാത്രി നമസ്കാരങ്ങളിൽ, അതായത് ഐച്ഛികമായ നമസ്കാരങ്ങളിലാണ് നബി അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞത്. ഫർള് നമസ്കാരങ്ങളിലേക്ക് അങ്ങനെ ചെയ്യാറുണ്ടോ ഇല്ലേ എന്നുള്ളതിനെ സംബന്ധിച്ചൊരു സംഭവം ഇനി വരുന്നുണ്ട്. അപ്പം മറ്റൊരു കാര്യം ഇതിൽ സൂചിപ്പിച്ചിട്ടുള്ളത് അലൈസ ദാലിക ബിഖാദിരിൻ അലാ അൻ യുഹ്യിൽ മൗത, ജീവിച്ചിരിക്കുന്നവരെ മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിവുള്ളവനല്ലേ അള്ളാഹു എന്ന് സൂറത്ത് ഖിയാമിൽ നബി ഓതുന്നതിന്റെ ഇടയിൽ നബി അതിനുള്ള ജവാബ് എന്നുള്ള രീതിയിൽ, അതിനോട് മറുപടി എന്നുള്ള നിലക്ക് സുബ്ഹാനക ഫബല എന്ന് പറയുമായിരുന്നു എന്നാണ്. അതുപോലെ തന്നെ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല എന്ന ആയത്ത് ഓതുമ്പോ സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് നബി പറയുമായിരുന്നു എന്നാണ്. ഒരായത്ത് ഓതുമ്പോ അതിലുള്ള ചോദ്യത്തിന് പ്രതികരണം എന്ന നിലക്ക് അതല്ലെങ്കിൽ അതിൽ പരാമർശിക്കുന്ന കാര്യത്തിനുള്ള മറുപടി എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രതികരിക്കാറുണ്ടായിരുന്നു. ഓതുന്നതിന്റെ ഇടയിൽ തന്നെ
ഒരു മുഅ്തരിളായ ജുംല എന്ന രീതിയിൽ കയറ്റി പറയുമായിരുന്നു. ഫലൈസ ദാലിക ബിഖാദിരിൻ അലാ അൻ യുഹ്യിയൽ മൗത എന്ന് ഓതുമ്പോൾ നബി ഓതുന്നതിന്റെ ഇടയിൽ ഫസുബ്ഹാനക ഫബല എന്ന് പറയുമായിരുന്നു. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല എന്ന് ഓതുമ്പോ സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് അദ്ദേഹം പറയുമായിരുന്നു. അപ്പൊ ഇതിന്റെ വിശദീകരണത്തില് ഇത് നിസ്കാരത്തിലാണോ അല്ലാത്ത സമയത്താണോ എന്നുള്ള ഒരു ചർച്ച വരുന്നുണ്ട് പണ്ഡിതന്മാർക്കിടയിൽ. നിസ്കാരത്തിലാണ് അല്ല എന്ന അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും നിസ്കാരത്തിനടക്കും നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന രീതിയിലാണ് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നാണ്. ഉമറിൽ നിന്നും അലിയിൽ നിന്നും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസുകളിൽ അത് നിരുപാധികമായ നിലക്ക് നിസ്കാരത്തിന്റെ ഇടയിലും അല്ലാത്ത സമയത്തൊക്കെ അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റില്ല എന്നാണ്. അബൂദാവൂദും ബൈഹഖിയും സഹിഹായ പരമ്പരയോടുകൂടി ഇത് നിരുപാധികമായ നിയമമാണ്. അതുകൊണ്ട് എല്ലാ ഖുർആൻ പാരായണത്തെയും അത് നമസ്കാരത്തിലാവട്ടെ നമസ്കാരത്തിന് പുറത്താകട്ടെ ഐച്ഛികമാവട്ടെ നിർബന്ധമാവട്ടെ അത് ഉൾക്കൊള്ളുന്നു. അബൂ മൂസൽ അശ്ശരിയിൽ നിന്നും മുഗീറത്തുൻ ശുബയിൽ നിന്നും അവർ രണ്ടുപേരും ഈ പറഞ്ഞിരുന്നത് നിർബന്ധ നമസ്കാരങ്ങളിലാണെന്നാണ്. അവരുദ്ധരിച്ച ഹദീസുകളിൽ നിർബന്ധ നമസ്കാരത്തിലായിട്ടാണ് നബി പറഞ്ഞതായിട്ട് പറയുന്നത്. ശരി, ഇനി നമുക്ക് ഫാത്തിഹ മാത്രം ഓതാനുള്ള അനുവാദം എന്നിട്ടൊരു അധ്യായമാണ്. ഇതിലിപ്പോ ഈ അധ്യായത്തില് കൊടുത്തിരിക്കുന്ന സംഭവം നമുക്കൊക്കെ പരിചയമുള്ള ഒരു സംഭവമാണ്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു റസൂലിന്റെ കൂടെ ഇശാ നമസ്കാരം നിർവഹിച്ചതിന് ശേഷം തന്റെ ജനങ്ങൾക്ക് ഇമാമായി നമസ്കരിക്കാറുണ്ട്. അതായത് മദീനയിൽ അവസാന കാലഘട്ടമൊക്കെ ആവുമ്പോ കണ്ടമാനം വിശ്വാസികൾ ഉണ്ടായിരുന്നു, ഒരുപാട് വിശ്വാസികൾ. അപ്പൊ ആ സമയത്ത് എല്ലാവരും ഒന്നും മസ്ജിദുൻ നബവിയിലേക്ക് എത്തിക്കൊള്ളണമെന്നില്ല. നമ്മള് പലപ്പോഴും കഥകളും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കാം ആകെ ഒരു മസ്ജിദുൻ നബവി, പിന്നെ അതില് നബിയും പിന്നെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ മണ്ണിട്ട് പോലെയൊക്കെ പെഞ്ഞ് അങ്ങനെയുള്ളതല്ല. മദീനയുടെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പൊ കുബൈല് പള്ളി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മദീനയുടെ തന്നെ പ്രാന്തപ്രദേശങ്ങളിൽ നിരവധി പള്ളികൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ആയിഷ മസ്ജിദ് മക്കയുടെ സമീപത്തുള്ളതുപോലെ, അതുപോലെ തന്നെ മറ്റെന്താ പറയാ നമ്മളെ അറഫയിൽ പള്ളി ഉള്ളതുപോലെ, മുസ്ദലിഫയിൽ പള്ളി ഉള്ളതുപോലെ, മിനയിൽ പള്ളി ഉള്ളതുപോലെ എല്ലാ സ്ഥലങ്ങളിലും ആളുകള് പിന്നെ പള്ളികളിൽ ഉണ്ടാക്കുകയും ആ കാലത്ത് തന്നെ നമസ്കരിക്കാനുള്ള ജമാഅത്ത് സൗകര്യങ്ങളും സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ മുആദ് ഇബ്നു ജബലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നബിയുടെ അടുക്കൽ വന്നിട്ട് മസ്ജിദ് നബവിയിൽ തന്നെ ഫർദ് നമസ്കാരം, ഇശാ നമസ്കാരം ജമാഅത്തായി നബിയുടെ പിന്നിൽ നിന്ന് നിസ്കരിക്കും. എന്നിട്ട് അദ്ദേഹം പിന്നെ തന്റെ ജനതയുടെ അടുത്തേക്ക് തിരിച്ചു പോകും. എന്നിട്ട് അവിടെ കൂടിയ ആളുകളെയൊക്കെ കൂട്ടി അദ്ദേഹം അവർക്ക് ജമാഅത്തായിട്ട് നമസ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇമാമായി അവരുടെ മുന്നിൽ നിന്ന് നമസ്കരിക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിസ്കരിച്ചതിന് ശേഷം വന്നിട്ട് പിന്നെ നിസ്കരിക്കേണ്ടതുണ്ടോ? യഥാർത്ഥത്തിൽ അങ്ങനെ നമസ്കരിക്കുന്നതുകൊണ്ട് വിരോധമല്ല എന്നാണ്. കാരണം നബി തന്നെ മറ്റൊരു സന്ദർഭത്തില് ഒരു കൂട്ടം ആളുകള് ജമാഅത്ത് കഴിഞ്ഞതിന് ശേഷമാണ് പള്ളിയിൽ വന്നത്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവര് ഇങ്ങനെ നിസ്കരിക്കാതെ നിൽക്കണം കാണുമ്പോ നബി പറഞ്ഞു എന്നാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും അവർക്ക് ഇമാമായി നമസ്കരിച്ചുകൂടെയെന്ന്. അപ്പൊ അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവർക്കുള്ള ഇമാമായി നിസ്കരിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ നമസ്കാരം ഓൾറെഡി കഴിഞ്ഞതാണ്, പക്ഷെ എന്നിട്ടും അവർക്ക് വേണ്ടി അപ്പൊ അങ്ങനെ ചെയ്യാന്നാണ്. നിസ്കരിച്ചു, വീട്ടിലെത്തിയപ്പോ അവർ നിസ്കരിക്കാൻ നിൽക്കണു. അപ്പൊ അവർക്ക് ഇമാമായിട്ട് നിന്ന് നമസ്കരിക്കണമെങ്കിൽ നമുക്ക് നമസ്കരിക്കാം. പള്ളിയിൽ പോയി നമ്മൾ നിസ്കരിച്ചു വരികയാണ്, അപ്പോഴാണ് വീട്ടിൽ ഭാര്യയും കുട്ടികളൊക്കെ അങ്ങനെ നിസ്കരിക്കാനായിട്ട് തയ്യാറായി നിൽക്കുന്നത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അത് നബിയുടെ കാലത്ത് ആളുകൾ ചെയ്തിരുന്നതാണ്, അങ്ങനെ ചെയ്യാവുന്നതാണ്. നമ്മൾ ഒരു വട്ടം തന്നെ എങ്ങനെ നിസ്കരിക്കുക എന്നുള്ളതാണ് ഇപ്പൊ നമ്മളെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറയണേ അല്ലേ. ശരി, എന്തായിരുന്നാലും മുആദ് റളിയല്ലാഹു അൻഹു തിരിച്ചു വന്ന് അവരോടൊപ്പം നമസ്കരിക്കുമായിരുന്നു. അപ്പോ കൂട്ടത്തിൽ പിന്നെ നമസ്കരിച്ചുകൊണ്ടിരുന്ന ബനൂ സലമ ഗോത്രക്കാരനായ സുലൈം എന്നറിയപ്പെടുന്ന ഒരു യുവാവ്
നിസ്കാരം ഇങ്ങനെ വല്ലാണ്ട് നീണ്ടുപോയ ഒരു അനുഭവം ഉണ്ടായപ്പോൾ അദ്ദേഹം അവരുടെ കൂട്ടത്തിൽ നിസ്കാരത്തിൽ നിന്ന് കൈയഴിക്കുകയും പള്ളിയുടെ ഒരു ഭാഗത്ത് വന്ന് ഒറ്റക്ക് നമസ്കരിച്ച നമസ്കാരം പൂർത്തിയാക്കുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹം ഒട്ടകത്തിന്റെ കടിഞ്ഞാണും എടുത്തുകൊണ്ട് തിരിച്ചു പോവാണ്. നമസ്കാര ശേഷം മുആദിനെ ഈ വിവരം ആളുകൾ അറിയിച്ചു. അങ്ങനെ ഒരാൾ കൂടെ നിസ്കരിക്കാനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ബനൂ സലമക്കാരനായ സുലൈമാണ്. അപ്പോൾ അദ്ദേഹം നിങ്ങൾ ഒരുപാട് നിസ്കരിച്ചപ്പോൾ പകുതി വെച്ച് പുള്ളി നിസ്കാരം നിർത്തിയിട്ട് കൈയഴിച്ച് അപ്പുറത്ത് പോയി നിസ്കാരം പൂർത്തിയാക്കിയിട്ട് അയാള് കുതിരപ്പുറത്ത് പോയി. ഇവിടെ ജമാഅത്ത് എടുക്കാം, മൂപ്പരവിടെ കുതിരനെയും കൊണ്ടുപോയി. അപ്പൊ ഈ വിവരം അറിഞ്ഞപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, തീർച്ചയായും അയാളിൽ കാപട്യത്തിന്റെ ഒരു ലക്ഷണമുണ്ട്. അയാൾ ചെയ്തത് ഞാൻ റസൂലിനോട് പറയുക തന്നെ ചെയ്യും. ഇത് ആ യുവാവ് മുആദ് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് അദ്ദേഹം അറിഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്നാൽ മുആദ് ചെയ്തതും ഞാൻ റസൂലിനോട് പറയും. അങ്ങനെ രാവിലെ അവർ തിരുദൂതരുടെ സന്നിധിയിലെത്തി. യുവാവ് ചെയ്ത കാര്യം മുആദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശദീകരിച്ചു. നബി ഇങ്ങനെ ഒരാൾ വന്നിട്ട് നിസ്കാരത്തിന്റെ ഇടയിൽ അയാള് നിസ്കാരം നിർത്തിയിട്ട് സ്വന്തമായി ജമാഅത്തിൽ നിന്ന് വേർപെട്ടുകൊണ്ട് സ്വന്തമായി നിസ്കരിച്ചിട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോ നബിയോട് ആ യുവാവ് സുലൈം എന്ന് പറഞ്ഞ ആള് പറഞ്ഞു, തിരുദൂതരെ, അദ്ദേഹം താങ്കളുടെ അടുക്കൽ നിന്നും ദീർഘമായി നമസ്കരിച്ച ശേഷം തിരിച്ചു വന്ന് ഞങ്ങളോടൊപ്പം ദീർഘമായി നമസ്കരിക്കുകയാണ് എന്നാണ്. അപ്പൊ നബിയുടെ കൂടെ നിന്ന് നിസ്കരിച്ചിട്ട് പിന്നെയും ഇയാൾ ഞങ്ങളൊക്കെ വന്ന് വീണ്ടും ദീർഘമായി നിസ്കരിക്കുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദിനോട് ചോദിച്ചത്, ആ ഫത്താനുൻ അൻത യാ മുആദ്, മുആദേ നീ ഒരു പ്രശ്നമുണ്ടാക്കുകയാണോ, നീ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുകയാണോ എന്നാണ് ചോദിച്ചത്. അതായത് സുദീർഘമായി നിന്ന് നമസ്കരിക്കേണ്ടതില്ല, എല്ലാ ഘട്ടങ്ങളിലും ഇങ്ങനെ ആളുകൾക്ക് പ്രയാസം ഉണ്ടാകുന്ന രീതിയിൽ അങ്ങനെ നമസ്കരിക്കേണ്ടതില്ല എന്നാണ് അതിനർത്ഥം. ശേഷം ആ യുവാവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, എന്റെ സഹോദര പുത്ര, നീ നമസ്കരിക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഫാത്തിഹ ഓതും, പിന്നെ അള്ളാഹുവോട് സ്വർഗം ചോദിക്കും, നരകത്തിൽ നിന്നും അവനോട് ഞാൻ രക്ഷ ചോദിക്കുകയും ചെയ്യും. എനിക്ക് അങ്ങയുടെ ദണ്ഡനയോ മുആദിന്റെ ദണ്ഡനയോ അറിയില്ല. അതായത് നിങ്ങൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോ എന്താ ചെയ്യല്? മുആദ് കണ്ടമാനം ഓതി ദീർഘമായി ഓതാണ്. പിന്നെ നബി അയാളോട് ചോദിച്ചു, അല്ല നിങ്ങൾ നിസ്കരിക്കുമ്പോ എങ്ങനെയാ ഓതല്? ഞാൻ ഫാത്തിഹ ഓതും, പിന്നെ സ്വർഗം ചോദിക്കും, നരകത്തിൽ നിന്ന് കാവലിനെ തേടും, അല്ലാതെ നിങ്ങളെ ദണ്ഡനയോ മുആദിന്റെ ദണ്ഡനയോ ഒന്നും എനിക്കറിയില്ല. അതായത് ഈ ദണ്ഡന എന്ന് പറഞ്ഞാല് ഒരാൾ എന്തെങ്കിലും വാചകം പറയുമ്പോൾ അവന്റെ സ്വരം കേൾക്കുകയും എന്നാൽ പറയുന്ന കാര്യം മനസ്സിലാകാതിരിക്കുകയും ചെയ്യുക. പിറുപിറുക്കലിനേക്കാൾ കുറച്ചുകൂടി ഉയർന്ന ശബ്ദത്തിലുള്ളതായ ആണ് നിഹായ. നിഹായ അൽ ബിദായ നിഹായ എന്ന ഗ്രന്ഥത്തില് കൊടുത്തിട്ടുള്ളതാണ്. അത് അൽ ബിദായ നിഹായ അല്ല, ഇത് വേറെ നിഹായ ഉണ്ടോ, സോറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്പോ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ വിഷയത്തിൽ ഞാനും മുആദും തുല്യരാണ്. അതായത് നബിയും ധാരാളം ഓതലുണ്ട്, മുആദും ധാരാളം ഓതാറുണ്ട്. നിവേദകൻ പറഞ്ഞു, ആ യുവാവ് പറഞ്ഞു, ഹദീസ് റിപ്പോർട്ട് ചെയ്ത റാവി പറയാണ്. അപ്പൊ ആ മനുഷ്യൻ പറയാണ്, ശത്രുക്കൾ എത്തിയിട്ടുണ്ടെന്ന വാർത്ത ജനങ്ങളെ അറിയിക്കാനാണ് ഞാൻ അവരിലേക്ക് പോയത്. അവരിലേക്ക് പോയി നിങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മുആദിനെ എന്നെ കുറിച്ച് അന്വേഷിച്ചു കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. ശത്രുക്കളുടെ ആഗമനത്തെക്കുറിച്ച് തന്റെ ജനതയെ മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയിട്ടാണ് അയാൾ പെട്ടെന്ന് പോയത് എന്നാണ് ഹദീസ് ഉദ്ധരിച്ച റാവി പറയണ. അങ്ങനെ ശത്രുക്കൾ വന്നു, ആ യുവാവ് ഷഹീദാവുകയും ചെയ്തു. അതിനുശേഷം റസൂൽ മുആദിനോട് പറഞ്ഞു, എന്നോടും നിങ്ങളോടും തർക്കമുണ്ടാക്കിയ ആൾ എന്തു ചെയ്തു? അദ്ദേഹം പറഞ്ഞു, റസൂലെ, അള്ളാഹു സത്യം പറഞ്ഞു, ഞാൻ കളവ് പറഞ്ഞു, അവൻ ഷഹീദായി. അതായത് മുആദ് ആ മനുഷ്യനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായത് തീർച്ചയായും അയാളിൽ കാപട്യത്തിന്റെ ലക്ഷണമുണ്ട് എന്നാണ്. അല്ലെ, പെട്ടെന്ന് നിസ്കരിച്ച്
നിസ്കാരത്തിൽ നിന്ന് മാറിപ്പോയപ്പോ മുആദ് അതാ വിചാരിച്ചത്, ഇയാള് നിഫാഖ് കാരണം വേഗം, അങ്ങനെയാണല്ലോ മുനാഫിഖീങ്ങൾക്കാണല്ലോ നിസ്കാരമൊക്കെ ഒരു ഭാരം, അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹം വേഗം പോയത് എന്നാണ് മുആദ് വിചാരിച്ചത്. എന്നാൽ ശത്രുക്കളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകാനാണ് ആ മനുഷ്യൻ പെട്ടെന്ന് പോയത്. അപ്പോ ഇതിനകത്ത് നമുക്ക് ഇപ്പോ ഇതിന്റെ ഒരു ഹെഡിങ് കൊടുത്തതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഫാത്തിഹ മാത്രം ഓതിയാലും യഥാർത്ഥത്തിൽ എന്താവും, നമസ്കാരം പൂർണ്ണമാവുന്ന, അത്തരം ചില സന്ദർഭങ്ങളിൽ അങ്ങനെ ചെയ്യാവുന്നതാണ് എന്നാണ് ഈ ഹദീസിൽ മനസ്സിലാക്കുന്നത് എന്നാണ്. ഇതിലൊരു കാര്യം നോക്കൂ നിങ്ങൾ, ഇബ്നു ഖുസൈമ തന്റെ സ്വഹീഹിൽ, ബൈഹഖി ഇരുവരും ഉത്തമമായ പരമ്പരയോടുകൂടി ഇതിനനുകൂലമായി അബൂദാവൂദ്, സ്വഹീഹ് അബൂദാവൂദിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇതിന്റെ യഥാർത്ഥ കഥ, മൂലകഥ ബുഖാരിയിലും മുസ്ലിമിലും കാണാം. അപ്പം പിന്നെ ഫാത്തിഹ മാത്രം ഓതിക്കൊണ്ട് നബി 2 റക്അത്ത് നിസ്കരിച്ചു എന്ന് ദുർബലമായ ഹദീസ് വന്നിട്ടുണ്ട്. പക്ഷെ ആ ഹദീസിനെ സംബന്ധിച്ച് അത് ദുർബലമാണെന്ന് അറിയാതെ ഇമാം അൽബാനി അത് എവിടെയൊക്കെയോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിനുശേഷമാണ് ഈ നിലക്കുള്ള ഒരു ഹദീസുകളും മറ്റു കാര്യങ്ങളും ഒക്കെ അദ്ദേഹം കാണുന്നത്. അപ്പൊ അതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണവും ആ വിശദീകരണക്കുറിപ്പിൽ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ എന്തുകൊണ്ടാണ് ദുർബലമാണ് എന്ന് എനിക്കറിയാതെ പോയത് എനിക്കറിയില്ല, ഞാൻ സ്വഹീഹാണെന്ന് കരുതിയിട്ടാണ് അത് രേഖപ്പെടുത്തിയെന്നൊക്കെ അദ്ദേഹം ഹദീസിന്റെ വിശദീകരണത്തിൽ പറയുന്നത്. ശരി, ഇത്രയാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി ഇതിനകത്ത് എന്തെങ്കിലും ഈ മുആദിന്റെ സംഭവവുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടോ? നമ്മൾ ഈ നമസ്കാരത്തില് സർ പറഞ്ഞല്ലോ, ചില വാക്യങ്ങൾ പറയുമ്പോൾ മറുപടി പറയുന്നതാണ്. അത് നമ്മൾ ആഷിയ ഓതുമ്പോൾ ഇന്ന ഇലൈന ഇയാബഹും ഇന്ന ഇലൈന ഇസാബോ എന്ന് പറയുമ്പോൾ നമ്മൾ ചില ആളുകൾ, നമ്മൾ പ്രത്യേകിച്ച് സുന്നി പള്ളികളിലൊക്കെ ഒരു എന്തോ ഇമാമ് അതിന്റെ കൂടെ ഓതുന്നതായിട്ട് തോന്നുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുമോ? അതിനകത്ത് നമ്മളിപ്പം ഖുർആന ഓതണീലെ എല്ലാ കാര്യങ്ങൾക്കും മറുപടി പറയുന്നത് പിന്നെ അതിനെ നേരം ഉണ്ടാവുള്ളൂ. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അങ്ങനെ സ്ഥിരപ്പെട്ട ഒരു സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചില കാര്യങ്ങൾ ഇത് അതുപോലെയൊക്കെ നബി പറഞ്ഞിട്ടുണ്ട്. ഞാന് മനസ്സിലാക്കിയിടത്തോളം നമുക്ക് പറയാൻ കഴിയുന്ന അതിന്റെ ഏറ്റവും വലിയ ശരി എന്ന് പറയുന്നത്, ഏറ്റവും ശരിയായ കാര്യം എന്ന് പറയുന്നത്, നബിയിൽ നിന്നും ഹദീസ് വന്ന ആ കാര്യങ്ങൾ ഉണ്ടല്ലോ. അപ്പം ഏതിലാണോ സഹിയായ ഹദീസ് വന്നത്, നബിയുടെ പ്രതികരണങ്ങൾ, ഖുർആനായത്തിനെതിരെയുള്ള അല്ലെങ്കിൽ ഖുർആനായത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നബിയുടെ പ്രതികരണം, അതിൽ നിർത്തുന്നതായിരിക്കും ചെയ്യുകയാണെങ്കിൽ നല്ലത്. അതങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു കൽപ്പനയോ മറ്റു കാര്യങ്ങളോ നബിയിൽ നിന്ന് വന്നിട്ടില്ല. നബി അത് സാന്ദർഭികമായി ചെയ്തതാണെന്നാണ് ഉദ്ധരിക്കപ്പെട്ട ഹദീസുകളിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത്. അതിനു പുറമെ ഇത് എല്ലായ്പ്പോഴും ചെയ്യേണ്ടതുണ്ടോ എന്ന കാര്യത്തിൽ പിന്നെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസവും നിലനിൽക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ഇതൊരു ഫാഷനായി മാറാതെ ഇങ്ങനെ പറയണീനൊക്കെ മറുപടി പറഞ്ഞു പോവുകയാണെങ്കിൽ പിന്നെ ഖുർആൻ ഓതാൻ നേരം ഉണ്ടാവില്ല. അങ്ങനെ ഓരോന്നിനും വരും. അപ്പം പരിമിതമായി നമുക്ക് പറയാൻ പറ്റുന്നത് ഇതാണ്, നബിയിൽ നിന്ന് വന്നിട്ടുള്ള സ്ഥലങ്ങളിൽ ഒരാൾ അങ്ങനെ പറയുകയാണെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. അത്രമാത്രമാണ് ഇപ്പൊ നമുക്ക് ഇതിൽ പറയാനില്ല. അങ്ങനെ പറയണമെന്ന് നബി പറഞ്ഞിട്ടില്ല, പറയേണ്ടതാണെന്ന് പണ്ഡിതന്മാർക്കും അഭിപ്രായമില്ല. അതിനകത്ത് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട് താനും. ഫർദിലാണോ, അതല്ല ഐച്ഛികമായ നമസ്കാരങ്ങളിലാണോ, അതല്ല നമസ്കാരങ്ങളല്ലാത്ത ഘട്ടങ്ങളിൽ നബി ഖുർആൻ ഓതിയപ്പോഴാണോ എന്നുള്ള പിന്നെ വിഷയത്തിലൊക്കെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതില് നബി പറഞ്ഞ കാര്യങ്ങൾ ഒരാൾ പറയുകയാണെങ്കിൽ അതിന് നമുക്ക് തെറ്റു പറയണ്ടെന്ന് മാത്രം. മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് ക്ലിയർ ആയി എന്ന് വിചാരിക്കും. ഈ തഹ്ലീക്ക് മൗസൂൽ എന്ന് പറഞ്ഞ എന്താണ്? തഹ്ലീക്ക് 142 വിവരണത്തില് അത് സംഭവം എന്താ വെച്ചാൽ തഅലീഖായ രൂപത്തിൽ ബുഖാരി എന്ന് പറഞ്ഞാൽ ഇമാം ബുഖാരിന്റെ തഅലീഖ് എന്ന് പറയും. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി 6 ലക്ഷത്തോളം ഹദീസുകളിൽ നിന്നാണ് സ്വീകാര്യമായ 4000-ഓളം ഹദീസുകൾ തന്റെ സ്വഹീഹുൽ ബുഖാരി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്.
അപ്പൊ ഈ സ്വഹീഹുൽ ബുഖാരിയിൽ അദ്ദേഹം പിന്നെ ഒരു ഹദീസ്, ഒരു ഹെഡിങ് കൊടുക്കും ആദ്യം, എന്നിട്ട് പിന്നെ ഒരു ഹദീസ് കൊടുക്കും. അപ്പോ സ്വഹീഹുൽ ബുഖാരി നമ്പർ ഇട്ട് ഒരു ഹദീസ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഹദീസ് ദുർബലമാണ് എന്നതിനെ സംബന്ധിച്ച്, ആ ഹദീസ് സ്വീകാര്യമാണ് എന്നതിനെ സംബന്ധിച്ച്, ആ ഹദീസ് ഒരിക്കലും ദുർബലമല്ല എന്നതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമല്ല. എന്നാൽ സ്വഹീഹുൽ ബുഖാരിയിൽ ലഈഫായ ചില പരമ്പരകൾ അല്ലെങ്കിൽ ചില റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് എന്ന് പറയപ്പെട്ടത് ഇത്തരം താലീഖുകളെ കുറിച്ചാണ്. അപ്പൊ ഈ താലീഖ് എന്താ വെച്ച് കഴിഞ്ഞാല് ഒരു ഹദീസ് കൊടുക്കുകയും എന്നിട്ട് അതിന് ഉപോത്ബലകമായ രീതിയിലുള്ള അസറുകളോ കൗലുകളോ നബിയിൽ നിന്ന് തന്നെ ഉദ്ധരിക്കപ്പെട്ട ചില ഹദീസുകളോ ഒക്കെ അദ്ദേഹം കൊടുക്കാറുണ്ട്. അതിന്റെ ഒരു താലീഖ് എന്ന് പറഞ്ഞാൽ കമന്റ് എന്നാണ്. താലീഖാത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫേസ്ബുക്കിൽ കമന്റ് ചെയ്യൂലേ, കോമന്റ്, അതാണ് യഥാർത്ഥത്തിൽ താലീഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതിന്റെ ഒരു കമന്റ്, അതിന്റെ ഒരു വിശദീകരണം, അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ എന്ന രീതിയിൽ മൂല ഹദീസ് കൊടുക്കുകയും അതിന്റെ വിശദീകരണം കൊടുക്കുകയും ചെയ്യാറുണ്ട്. അതിനാണ് ഈ തഅലീഖ് എന്ന് പറയുന്ന പിന്നെ ടെർമിനോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇമാം ബുഖാരിയുടെ തഅലീഖ് എന്ന് പറയാറുണ്ട്. പിന്നെ മൗസൂൽ എന്ന് പറഞ്ഞാലും അത് തന്നെയാണ്. അത് ഇമാം തിർമിദിയുടെ ടെർമിനോളജിയാണ്. മൗസൂലായ ഹദീസ് എന്നുള്ള പിന്നെ രീതിയിൽ ചേർക്കപ്പെട്ട ഹദീസ് എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഓരോ പണ്ഡിതന്മാരും ഓരോ ടെർമിനോളജികളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിനെ വിശദീകരിച്ച പണ്ഡിതന്മാരൊക്കെ ആ കാര്യങ്ങൾ കൃത്യമായി വിശദീകരിച്ചിരുന്നു. ഈ രണ്ടും സഹിഹാണ് എന്ന രീതിയിൽ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് എന്നാണ്. നമ്മുടെ ഇതിന് മുമ്പ് പറഞ്ഞ കാര്യമായതുകൊണ്ടാണ്, മുമ്പത്തെ ഭാഗത്തിൽ വന്ന കാര്യമായതുകൊണ്ടാണ് ഞാൻ പറയാതെ പോയത്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു. ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. ഹദീസിന്റെ ക്രോഡീകരണവുമായി ബന്ധപ്പെട്ട് കൊടുത്ത ഒരു കാര്യമാണ്. ഇനി അതിൽ വരുന്നത് അഞ്ച് നമസ്കാരങ്ങളിലും അവയല്ലാത്തതിലും ഉറക്കെയും പതുക്കെയും പാരായണം ചെയ്യൽ. അതായത് അഞ്ച് നിസ്കാരം എന്ന് പറഞ്ഞാൽ ഏതാണ്? ഫർള് നമസ്കാരങ്ങൾ അല്ലെ? അതിലും അതല്ലാത്ത നിസ്കാരങ്ങളുണ്ട്. അപ്പൊ അതിലൊക്കെ ഉറക്കെയാണോ പതുക്കെയാണോ ഓതണ്ടേ? നമ്മളെ അധ്യായത്തിന്റെ പേര് മറക്കരുത് കേട്ടോ. ഫാത്തിഹയ്ക്ക് ശേഷം ഓതുന്നതാണ് ഈ പറയണതൊക്കെ കേട്ടോ. ഫാത്തിഹയ്ക്ക് ശേഷം ഓതുന്ന ഖുർആൻ ഭാഗത്തെക്കുറിച്ചുള്ള, ഖുർആൻ ആയത്തുകളെ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ ഖുർആൻ സൂറത്തുകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മള് ഉറക്കോതണോ പതുക്കോതണോ എന്നുള്ളത് പറഞ്ഞു, കുറച്ചോതണോ കൂട്ടിയോതണോ എന്നുള്ളത് പറഞ്ഞു. അതുപോലെ തന്നെ സൂറത്തുകൾ തമ്മിൽ ചേർത്തോതണോ, ഏതൊക്കെ സൂറത്തുകൾ നബി ഓതിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സൂറത്തുകൾ ഓതുന്നതിനിടക്ക് വരുന്ന ആയത്തുകൾക്കുള്ള പ്രതികരണങ്ങളെ കുറിച്ച്, അതിനുള്ള മറുപടികളെ കുറിച്ച് സൂചിപ്പിച്ചു. സൂറത്ത് തന്നെ ഓതാതെ നബി നമസ്കരിച്ച കാര്യവും ദുർബലമായ പരമ്പരയാണ് എന്നതിനെ സംബന്ധിച്ചൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ മുആദിന്റെ ഹദീസിൽ നിന്നും മനസ്സിലാക്കിയത് സൂറത്ത് ഒരുപാട് ഓതരുത്, ജനങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ കുറച്ചാണ് ഓതേണ്ടത്, സന്ദർഭം നോക്കിയാണ് അത് പാരായണം ചെയ്യേണ്ടത്. ഫത്താനു അൻത മുആദ് എന്ന് നബി ചോദിച്ചുകൊണ്ട് അതാണ് അർത്ഥമാക്കുന്നത്. ടൗണുകളിലും മറ്റു കാര്യങ്ങളിലൊക്കെയുള്ള പള്ളി, സ്കൂളുകൾക്കൊക്കെ അടുത്തുള്ള പള്ളി, അതുപോലെ തന്നെ ഗവൺമെന്റ് ഓഫീസുകൾക്കോ പോലീസ് സ്റ്റേഷനൊക്കെ അടുത്തുള്ള പള്ളി, ആളുകൾക്ക് വരുന്ന പള്ളിയാണെങ്കിൽ നമ്മൾ ഒരുപാട് ദീർഘനേരം നമസ്കരിച്ചു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ബുദ്ധിമുട്ടാവും. അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡിലൊക്കെ ഉള്ള പള്ളികൾ, അവസാന ബസ്സൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് പോവുമായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ഇമാമത്ത് നിൽക്കാനും ഖുർആൻ ഓതാനും. നമുക്ക് ഒറ്റ നിസ്കരിക്കുമ്പോൾ എത്രയോ ഓതാട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിവാല് അതില് ഒരുപാട് ഓതുമായിരുന്നു എന്ന് പറഞ്ഞില്ലേ? തിവാൽ സുദീർഘമായ 7 അധ്യായങ്ങൾ, അത് 1ഉം 2ഉം സൂറത്തൊക്കെ ഒറ്റ റക്അത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി നമസ്കാരങ്ങളിൽ ചൊല്ലുമായിരുന്നു എന്നൊക്കെ ഹദീസുകളിൽ കണ്ടു. പിന്നെ മുഫസ്സലായ സൂറത്തുകൾ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഖാഫ് മുതൽ ഏതുവരെയാണ് മുഫസ്സലായ സൂറത്തുകള്? നാസ് വരെ. മാഷാ അല്ലാഹ്. അതുപോലെ തന്നെ സുദീർഘമായ 7 സൂറത്തുകൾ ഏതൊക്കെയാണ്?
അൽ ബക്കറ, അന്നിസാ, മായിദ, ആലുംറാൻ, അംഫാല്, അൻആം, ആറാഫ്, അഹ്റാഫ്. തൗബ വരെയുള്ളത് അല്ലെ. ചില ആളുകൾ തൗബേനെയും അതിൽ കൂട്ടി എണ്ണാറുണ്ട് കേട്ടോ. കാരണം അൻഫാല് കുറച്ച് ചെറുതാണ്, തൗബ പിന്നെയും വലുതാണ്. അപ്പം അൻഫാലും പിന്നെ ആറാഫും ഒറ്റ സൂറത്തായി പരിഗണിച്ചിട്ട് അപ്പം 6 ആവുള്ളൂ, പിന്നെ 7 തൗബയാണ് എന്നുള്ള രീതിയിൽ ഞാൻ വായിച്ചതായിട്ട് ഓർക്കുന്നുണ്ട് കേട്ടോ. തൗബ കുറച്ച് വലിയ സൂറത്താണ്. അപ്പൊ അത് രണ്ടും അൻഫാലിനെയും ആറാഫിനെയും അതുപോലെ മുദ്ദസ്സിറിനെയും മുസമ്മിലിനെയും സ്പ്ലിറ്റ് ചെയ്താണെന്നൊക്കെ അഭിപ്രായമുണ്ട്. അത് ഏകദേശം ഒരേ ആശയത്തിലുള്ള സൂറത്തുകളായതുകൊണ്ടേ അൻഫാലും ആറാഫും പിന്നെ തൗബയും കൂടി അതിലേക്ക് ചേർത്ത് പറയാറുണ്ട്. അപ്പൊ ആ 7 എന്ന് പറയുമ്പോൾ 7 എന്നുള്ള നമ്പറിൽ നമ്മൾ അത്ര കോൺസെൻട്രേറ്റ് ചെയ്യണ്ട. അസബത്തിവാൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ മുകളിലുള്ള അല്ലെങ്കിൽ ഫസ്റ്റ് ഭാഗത്ത് വരുന്ന എണ്ണം എന്നുള്ള അർത്ഥത്തിലാണ്. ദീർഘമായ അധ്യായങ്ങളെ സൂചിപ്പിക്കാനാണ്. പിന്നെ മഈൻ അല്ലെങ്കിൽ മഊൻ എന്ന് പറയുന്നത് 100-ന് മുകളിലുള്ള അധ്യായങ്ങൾ ആയത്തുകളുള്ള അധ്യായങ്ങളാണ്. പിന്നെ മസാനി എന്ന് പറയുന്നത് അതിൽ താഴെയുള്ള സാധാരണ ഉള്ള സൂറത്തുകൾ, ഖാഫ് വരെയുള്ള സൂറത്തുകളൊക്കെയാണ് അതിൽ പറയുന്നത്. പിന്നെ ഖാഫിന് ശേഷം മുഫസ്സൽ കേട്ടോ. ഇങ്ങനെയാണ് ഖുർആന്റെ അനുഭാഗങ്ങൾ വരുന്നത്, സൂറത്തിന്റെ ഇനങ്ങൾ. പിന്നെ 5 നമസ്കാരങ്ങൾ എന്ന് പറയുമ്പം പിന്നെ നമ്മുടെ ഫർദ് നമസ്കാരങ്ങൾ, സുബഹി, ളുഹർ, അസർ, മഗ്രിബ്, ഇശാ എന്നീ നമസ്കാരങ്ങളാണ്. അപ്പം ഇതിൽ ഉറക്കെ ഓതേണ്ടത് എപ്പോഴാണ്, പതുക്കെ ഓതേണ്ടത് എപ്പോഴാണ്? ഉറക്കെ ഓതുന്ന നമസ്കാരങ്ങൾ ഏതൊക്കെയാണ്? സുബഹി, മഗ്രിബ്, ഇശാ. സുബഹി, മഗ്രിബ്, ഇശാന്റെ ഫുള്ള് ഉറക്കെ ഓതണോ? ആദ്യത്തെ 2 റക്അത്ത്. ആദ്യത്തെ 2 റക്അത്തിൽ എന്ത് ചെയ്യണം? ഉറക്കെ പാരായണം ചെയ്യും അല്ലെ. പിന്നെയോ മെല്ലെ പാരായണം ചെയ്യേണ്ടത് എപ്പോഴൊക്കെയാണ്? ളുഹറിലും അസറിലും മെല്ലെ പാരായണം ചെയ്യണം. പിന്നെ എപ്പോഴാ? പിന്നെ വേറെ ഏത് നിസ്കാരത്തിലാ മെല്ലെ പാരായണം ചെയ്യുന്നത്? മൂന്നാമത്തെ മഗ്രിബിന്റെ അടുത്ത സ്ലൈഡിലുണ്ട്. മഗ്രിബിന്റെ 3-ാമത്തെ റക്അത്തിലും ഇശാഇന്റെ അവസാനത്തെ 2 റക്അത്തുകളിലും പതുക്കെ ഓതണം അല്ലെ. ആ സ്ലൈഡ് ഒന്ന് മാറ്റി കൊടുക്കാതില്. പതുക്കെ ഓതേണ്ടത് ഏതൊക്കെയാണ്? ഉറക്കെ ഓതേണ്ടത്. ഇത് ക്ലിയർ ആണ്, എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണം. ചിലപ്പോൾ ചോദ്യങ്ങൾ വരുമ്പോഴേ പിന്നെ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. പതുക്കെ ഓതേണ്ട നമസ്കാരങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് വിചാരിക്കും? അസറും ളുഹറും മാത്രമേ ഉള്ളൂ. ഫുൾ മാർക്ക് കിട്ടുമോ? ഇല്ല. ഫുൾ മാർക്ക് കിട്ടണമെങ്കിൽ എന്ത് കൂടെ എഴുതാം? മഗ്രിബിന്റെ 3-ാമത്തെ റക്അത്തും ഇശാഇന്റെ അവസാനത്തെ 2 റക്അത്തുകളുമാണ് പതുക്കെ ഓതേണ്ടത് അല്ലെ. അപ്പൊ 5 നമസ്കാരങ്ങളിൽ ഇങ്ങനെയൊക്കെയാണ് അതിന്റെ തഫ്സീൽ ക്ലാസിഫിക്കേഷൻസ് വരുന്നത്. ഉറക്കേത്, പതുക്കേത്. ശരി. ഇനി പിന്നെ പതുക്കെ ഓതുന്ന വേളയിൽ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാരായണം അവിടുത്തെ താടിയുടെ ചലനം കൊണ്ട് മനസ്സിലാക്കിയിരുന്നു. അത് മാഷാ അല്ലാഹ്. നബി ഏത് സൂറത്താണോ ഓതുന്നതെന്ന് നബിന്റെ താടി ഇങ്ങനെ അനങ്ങനെ കണ്ടിട്ട് അവർക്ക് മനസ്സിലാവുകയായിരുന്നു. ചിലപ്പോൾ ഒരായത്തോ മറ്റോ അവിടുന്ന് അവരെ കേൾപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ചിലപ്പോൾ ഒരായത്ത് ഇങ്ങനെ ഉറക്കണം ഓതിയിട്ട് ഇങ്ങനെ പതുക്കിയാക്കുന്ന സമ്പ്രദായം, അത് സത്യം പറഞ്ഞാല് ഇങ്ങനെ ഓതുന്നുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി എന്നല്ലേ പറഞ്ഞത്. അപ്പോ നമ്മൾ വിചാരിക്കാത്ത ഒരു ലോജിക്കാണ് ഇപ്പൊ ഈ ഒരു പരാമർശത്തിന്റെ പിന്നിലുള്ളത്. നമുക്കിപ്പോ അത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുണ്ട് എന്ത്, പിന്നെ സൂറത്ത് ഓതണം, ഫാത്തിഹ ഓതണം എന്നൊക്കെ അല്ലെ, നബി പറഞ്ഞതായിട്ടുമുണ്ട്. പക്ഷെ ഇതിപ്പോ നമ്മളെ ഹദീസുകളൊക്കെ ക്രോഡീകരിച്ച് നമസ്കാരം പഠനം, നമസ്കാരം പരിചയം എന്നൊക്കെ പറഞ്ഞ ഒരു 100 കണക്കിന് പുസ്തകങ്ങൾ നമ്മുടെ മുന്നിൽ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇതിനകത്ത് കൺഫ്യൂഷൻ ഇല്ലാത്തത്. ഇങ്ങനെയൊന്നും നമസ്കാരക്രമങ്ങൾ ക്രോഡീകരിക്കപ്പെടാത്ത, രേഖപ്പെടുത്തപ്പെടാത്ത ഒരു കാലഘട്ടത്തിൽ ജീവിച്ച മുസ്ലിങ്ങളുണ്ട്. അപ്പൊ അവർക്ക് അത് പൂർണ്ണമായ രീതിയിൽ ചിലപ്പോ മനസ്സിലാക്കാൻ കഴിഞ്ഞോളന്നില്ല. മാത്രല്ല ഇതിപ്പം
ഉറക്കം ഓതാതെ പിന്നെ നിങ്ങൾ എങ്ങനെ കേട്ടത്? ഓതിന്നു എന്നുള്ളതിന് പിന്നെ എന്താ തെളിവ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള മറുപടിയാണ്. മാഷാ അല്ലാഹ്, നമുക്ക് നിങ്ങൾ ഇത്ര കൃത്യമായിട്ടാണ് പറയണത്. പതുക്കെ ഓതുന്ന വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താടി ഇങ്ങനെ ചലിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകുമായിരുന്നു നബി ഓതുകയാണ്. മാത്രമല്ല നബി ഇങ്ങനെ ഞാനിങ്ങനെ ഓതനുണ്ട് എന്നുള്ളത് ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില പിന്നെ ഇതിലൊക്കെ 1-2 ആയത്ത് ഉറക്കം അങ്ങോട്ട് ഓതും ചെയ്യുമായിരുന്നു. നമ്മളൊക്കെ മഗ്‌രിബിന്റെ 3-ാമത്തെ റക്അത്തിൽ നീക്കുമ്പോൾ തന്നെ അല്ലാഹു അക്ബർ എന്നാണ് കൈയിട്ടിട്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അങ്ങനെ പോകാറുണ്ട് ചില ഇമാമന്മാരൊക്കെ, അല്ലെ? അപ്പൊ അതിനകത്ത് തെറ്റില്ല, നബി അതങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാണാൻ സാധിക്കും. ജുമാ നമസ്കാരത്തിലും 2 പെരുന്നാൾ നമസ്കാരത്തിലും അതുപോലെ തന്നെ മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരത്തിലും ഗ്രഹണ നമസ്കാരത്തിലും അവിടുന്ന് ശബ്ദം ഉയർത്തി ഓതാറുണ്ടായിരുന്നു. ഉറക്ക ഓതേണ്ട മറ്റ് നമസ്കാരങ്ങൾ ഇതൊക്കെയാണ്. ഉറക്ക ഓതേണ്ട മറ്റ് നമസ്കാരങ്ങൾ ഇതൊക്കെയാണ്: ജുമാ, പെരുന്നാൾ ചെറിയൊരുനാളും വലിയൊരുനാളും 2 റക്അത്ത് ഉറക്കുകയാണ് ഓതുക. ജുമയിലും 2 റക്അത്ത് ഉറക്കി ഓതുകയാണ്. മഴയ്ക്ക് വേണ്ടിയുള്ള സ്വലാത്തുൽ ഇസ്തിസ്ഖാ അതിലും ഉറക്കുകയാണ് ഓതുക. ഗ്രഹണ നമസ്കാരത്തിലും ഉറക്കുകയാണ് ഓതുക. ഗ്രഹണ നമസ്കാരത്തിൽ ഉറക്കുകയാണ് ഓതുക എന്ന് മാത്രമല്ല, റുക്കൂ പോയതിനു ശേഷം ഏതിദാലില് പിന്നെ വരാതെ നേരെ ഖിയാമിലേക്ക് വന്നിട്ട് പിന്നെയും ഖുർആൻ ദീർഘമായി ഓതാറുണ്ട് അല്ലെ? അതാണ് അതിന്റെ ഒരു രൂപം എന്ന് പറയുന്നത്. അപ്പൊ എവിടെയൊക്കെയാണ് പതുക്കെ ഓതേണ്ടത്, എവിടെയൊക്കെയാണ് ഉറക്കം ഓതേണ്ടത്? ഫറളിലേത്, ഫറളല്ലാത്ത നമസ്കാരങ്ങളിലേത്? പിന്നെ 5 നമസ്കാരങ്ങൾ അത് ഫറള് എന്ന് പറയാത്തത് അതുകൊണ്ടാണ്. ഇതിലിപ്പോ ജുമാ ഫറളാണല്ലോ, അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ഫറളല്ലാത്തത് പറയാത്തത്. 5 നമസ്കാരങ്ങളും അതല്ലാത്ത നമസ്കാരങ്ങളും എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. 5 നമസ്കാരങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെ 5 നേരത്തെ എല്ലാ ദിവസവും നമ്മൾ നിർവഹിക്കുന്ന നമസ്കാരങ്ങളാണ് പരാമർശിക്കുന്നത്. ഇതില് ജുമാ, അതുപോലെ തന്നെ പെരുന്നാൾ നമസ്കാരങ്ങള്, മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരം, ഗ്രഹണ നമസ്കാരം. പെരുന്നാൾ നമസ്കാരവും മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരവും ഗ്രഹണ നമസ്കാരമൊക്കെ സുന്നത്തുകളാണ്. ജുമാ ഫർളാണ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു, അല്ലെ? ഇനി ഇതിലുള്ളത് രാത്രി നമസ്കാരത്തിലെ ഉറക്കയും പതുക്കെയുമുള്ള ഭരണം. ഇനി മറ്റൊരു നമസ്കാരമാണ്. ഇപ്പം 5 നമസ്കാരങ്ങൾ പറഞ്ഞു, അതല്ലാത്തതും പറഞ്ഞു, അല്ലെ? ഇപ്പൊ രാത്രി നമസ്കാരത്തിൽ നമുക്ക് ഉറക്കയും പതുക്കെയും പാരായണം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ജുമാ നമസ്കാരത്തിലെയും മറ്റ് 2 പെരുന്നാൾ നമസ്കാരത്തിലെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ച് അധ്യയനം കുറിച്ച്. പിന്നെ ഇതിനകത്ത് ഒരു വിശദീകരണം കാണാം ഈ ഹെഡിങ്ങിന്റെ ബന്ധപ്പെട്ട്. തഹജ്ജുദ് എന്ന് പറഞ്ഞ ഗ്രന്ഥം, അതിൽ ഇമാം അബ്ദുൽ ഹക്ക് പറയാണ്, എന്നാൽ പകലിലുള്ള ഐച്ഛിക നമസ്കാരങ്ങളിൽ പതുക്കെയോ ഉറക്കെയോ ഓതുന്നതിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സ്വഹീഹായി വന്നിട്ടില്ല. എന്നാൽ അവിടുന്ന് പതുക്കെ ഓതാറുണ്ടായിരുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള ഒരു നിവേദനത്തിൽ അവിടുന്ന് പകൽ സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ ഉറക്കെ ഓതിക്കൊണ്ട് നമസ്കരിക്കുമ്പോൾ അദ്ദേഹത്തിന് അരികിലൂടെ പോകാനിടയായി. അപ്പോൾ അദ്ദേഹത്തോട് റസൂൽ പറഞ്ഞു, അബ്ദുല്ലാ, അള്ളാഹു കേൾക്കട്ടെ, ജനങ്ങളെ കേൾപ്പിക്കേണ്ടതില്ല. എന്നാൽ ഈ ഹദീസ് പ്രബലമല്ല. അതായത് ഇപ്പൊ നമ്മള് ഫർളിനെ കുറിച്ച് പറഞ്ഞു, 5 നേരത്തെ നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞു, ജുമായെ കുറിച്ചും ഗ്രഹണ നമസ്കാരത്തെ കുറിച്ചും ഒക്കെ സൂചിപ്പിച്ചു. അതിൽ പരാമർശിക്കാതെ പോയിട്ടുള്ള നമസ്കാരങ്ങളാണ് നമ്മൾ പകൽ സമയത്ത് നമസ്കരിക്കുന്ന ഐച്ഛിക നമസ്കാരങ്ങൾ. അതുപോലെ തന്നെ അപ്പൊ അതിലിപ്പോ ദുഹാ നമസ്കാരം ഉണ്ട്, അതുപോലെ തന്നെ ളുഹ്റിന് മുമ്പും ശേഷമുള്ള നമസ്കാരങ്ങളുണ്ട്, അസറിന്റെ നമസ്കാരം ഇല്ല, ഇങ്ങനെ ഒക്കെ ഉണ്ടല്ലോ, വുളുവിന്റെ നമസ്കാരം, അതിന് രാത്രി എന്നൊക്കെ പറ്റും. അപ്പൊ റവാത്തിബ് സുന്നത്തുകൾ, അതുപോലെ തന്നെ ദുഹാ നമസ്കാരം തുടങ്ങിയ നമസ്കാരങ്ങളൊക്കെ സംബന്ധിച്ച് അതിൽ ഉറക്കോതണം എന്നത് നബി പഠിപ്പിച്ചിട്ടുള്ള കാര്യമല്ല. എന്നാൽ നബിയുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നബി പതുക്കെയാണ് ഓതിയിരുന്നത് എന്നാണ്. ഒരാളിങ്ങനെ ഉറക്കോതി നിസ്കരിക്കുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ ഉറക്കോതുമ്പോൾ നബി അരികിലൂടെ പോയിട്ട്, അബ്ദുല്ലാഹി പഠിച്ചാനെ കേൾപ്പിച്ചാൽ മതി, ആൾക്കാരനെ കേൾപ്പിക്കണ്ടെന്ന് പറഞ്ഞു എന്നുള്ള ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത് പ്രബലമല്ലാത്ത ഹദീസാണ് താനും.
അതിനകത്ത് ഒരു നബിയുടെ വാക്കാലുള്ള സുന്നത്തായി നമുക്ക് കാണാൻ പറ്റില്ല. നബിയുടെ പ്രവൃത്തിയുള്ള സുന്നത്ത് എന്ന് പറഞ്ഞാൽ പതുക്കെ ഓതുക എന്നുള്ളതാണ്. അതാണ് അതിന്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത്. പിന്നെ അതിൽ വന്ന ഹദീസുകൾ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകാൻ സാധിക്കുന്നത്, രാത്രി നമസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോൾ പതുക്കെയും മറ്റു ചിലപ്പോൾ ഉറക്കെയും ഓതുമായിരുന്നു എന്നാണ്. രാത്രി നമസ്കാരങ്ങളിൽ ചിലപ്പോൾ പതുക്കെയായിരിക്കും, ചിലപ്പോൾ ഉറക്കെയായിരിക്കും. അപ്പൊ പതുക്കെയും ഉറക്കെയും പാരായണം ചെയ്യാവുന്ന നമസ്കാരങ്ങളാണ് അത്. അവിടുന്ന് വീട്ടിൽ വെച്ച് ഓതുമ്പോൾ അകത്തുള്ളവർ കേൾക്കുന്ന വിധത്തിലായിരുന്നു ഓതിയിരുന്നത്. നബിയുടെ വീട്ടിൽ നിന്ന് നബി നിസ്കരിക്കുമ്പോൾ വീട്ടിനകത്തുള്ള ആൾക്കാർക്കൊക്കെ കേൾക്കായിരുന്നു. അപൂർവം ചിലപ്പോൾ പുറത്തുള്ളവരും കേൾക്കുമാർ ഉച്ചത്തിൽ നബി ശബ്ദം ഉയർത്തിയിട്ടുണ്ട്. ചിലപ്പോൾ പുറത്തുള്ളവർക്ക് കേൾക്കാം. അതായത് എന്തായാലും പറ്റ പതുക്കെയല്ല നബി ഓതിയത്, ചിലപ്പോൾ പറ്റ പതുക്കെയും ഓതിയിട്ടുണ്ട്. നബി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോടും ഉമർ റളിയല്ലാഹു അൻഹുവിനോടും ഇത് തന്നെയാണ് കൽപ്പിച്ചത്. ഒരു രാത്രിയിൽ നബി പുറത്തിറങ്ങിയപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ശബ്ദം താഴ്ത്തി ഓതി നിസ്കരിക്കുന്നുണ്ട്. ഇത് റമളാനിലുള്ള കാര്യം മാത്രമല്ല കേട്ടോ, അല്ലാത്ത സമയത്തും രാത്രി നിസ്കരിച്ചിരുന്ന ആൾക്കാരായിരുന്നു അവരൊക്കെ. അപ്പം അബൂബക്കറിന്റെ അടുത്ത് കൂടെ പോയപ്പോ അബൂബക്കർ പൊതുവേ ഒരു സൗമ്യശീലനും വളരെ താഴ്ന്ന സ്വരത്തിൽ സംസാരിക്കുന്ന ആളും വളരെ വിധേയത്വത്തിൽ പ്രവാചകനോടൊപ്പം കഴിഞ്ഞുകൂടുന്ന ആളുമാണ്. അപ്പൊ പുള്ളിയുടെ പ്രകൃതം അങ്ങനെയാണ്. അപ്പൊ പതുക്കെയാണ് അദ്ദേഹം ഓതിയിരുന്നത്. രാത്രി നിസ്കരിക്കുമ്പോൾ പതുക്കെ ഓതിയത് നബി ഒരു ദിവസം കണ്ടു. പിന്നീട് പിന്നെ ഉമർ റളിയല്ലാഹുവിന്റെ അരികിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുമ്പോൾ അദ്ദേഹം ശബ്ദം ഉയർത്തിക്കൊണ്ട് പാരായണം ചെയ്യുന്നതായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കാനിടയാകും. ഉമറിന്റെ പ്രകൃതി അങ്ങനെയാണ്. അങ്ങനെ ഒരു ഒച്ചയും വിളിയൊക്കെ ഉണ്ടാക്കി ഒരു ശബ്ദകോലാഹലമൊക്കെ ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് ആളാണ്. ഉമറിന്റെ പേഴ്സണാലിറ്റി പറഞ്ഞാൽ അങ്ങനെയാണ്. ഉമർ ഉറക്കം ഓതുന്നതായിട്ടും അബൂബക്കർ പതുക്കെ ഓതുന്നതായിട്ടും നബിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. പിന്നീട് അവർ രണ്ടുപേരും പ്രവാചകന്റെ അടുക്കൽ ഒരുമിച്ച് കൂടിയപ്പോൾ അവിടുന്ന് പറഞ്ഞു, അബൂബക്കറെ, ഞാൻ താങ്കളുടെ അരികിലൂടെ നടന്നു പോയപ്പോ താങ്കൾ ശബ്ദം താഴ്ത്തി ഓതിക്കൊണ്ട് നമസ്കരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, റസൂലേ, ഞാൻ ആരുമായി രഹസ്യ സംഭാഷണം നടത്തുന്നുവോ അവരെ ഞാൻ കേൾപ്പിച്ചിട്ടുണ്ട്. അർച്ചോന് കേൾക്കാൻ വേണ്ടിയിട്ടല്ലേ നബി ഞാനിപ്പോ ഓതണത്. ഞാൻ മുനാജാത്ത് നടത്തുന്നത് അള്ളാഹുവിനോടാണ്. അപ്പൊ അള്ളാഹു എന്റെ ഓത്ത് കേട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമറിനോട് പറഞ്ഞു, ഉമറെ, ഞാന് നിങ്ങളുടെ അരികിലൂടെ നടന്നുപോയി. അപ്പോ താങ്കൾ വളരെ ഉച്ചത്തിൽ ഖുർആൻ ഓതുന്നതായിട്ട് പിന്നെ എന്താ പറയാ കേട്ടു. അപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലേ, ഞാന് മയക്കം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മെല്ലെ ഓതി, നമുക്ക് തന്നെ ഒരു മയക്കായിരിക്കും. അപ്പൊ ഇങ്ങനെ ഉഷാറായിട്ട് ഇങ്ങനെ ഓതിയ നല്ല സൗണ്ടിലൊക്കെ ഓതിയാല് എന്റെ മയക്കം പോവുകയും ചെയ്യും. അതുപോലെ തന്നെ പിശാചിനെ ആട്ടി ഓടിക്കുന്ന ഒരു രീതിയിൽ ഞാനിങ്ങനെ വളരെ സജീവമായിട്ട് ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പിശാച് എന്നല്ല കേട്ടൊരു മുഴുവൻ ഓടുന്ന ആ ജാതി ഒരു ടൈപ്പ് ഓത്താണ് ഉമർ ഓതിയിരുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പതുക്കെ വളരെ സൗമ്യനായി ഓതിയിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോടും, എന്നാ ജഗ പുകയാക്കി ഓതിയിരുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോടും പറഞ്ഞു, പിന്നെ അബൂബക്കറെ, താങ്കളുടെ ശബ്ദം കുറച്ചൊന്ന് ഉയർത്താം. ഉമറെ, നിങ്ങൾ ശബ്ദം കുറച്ചൊന്ന് താഴ്ത്തുകയും ചെയ്യുക. ഓക്കെ. അപ്പൊ ഒരുപാട് ഉറക്കെയല്ല, എന്നാ പറ്റ പതുക്കെയല്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് രാത്രി നമസ്കാരത്തിലെ ഖുർആൻ പാരായണത്തെ സംബന്ധിച്ച് പറയാനുള്ളത്. അപ്പൊ ഉറക്കെയും പതുക്കെയൊക്കെ പാരായണം ചെയ്യാം. ഒരു മീഡിയം ശബ്ദത്തിൽ അങ്ങനെ പോയാൽ മതി. അവിടുന്ന് ഇങ്ങനെ പറയുമായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുമായിരുന്നു, ഖുർആൻ ശബ്ദം ഉയർത്തി ഓതുന്നവർ പരസ്യമായി ദാനം ചെയ്യുന്നവനെ പോലെയാണ്. ഖുർആൻ പതുക്കെ ഓതുന്നവർ രഹസ്യമായി ദാനം ചെയ്യുന്നതിനെ പോലെയാണ്. അതാണ് ഉറക്കെ ഓതുന്ന ആൾക്കാരെ അങ്ങനെ ഓതണ്ടാന്ന് നബി പറഞ്ഞിട്ടില്ല. പക്ഷെ പരസ്യമായി ദാനം ചെയ്യുന്ന ആൾക്കാർ, പരസ്യമായി ദാനം ചെയ്യുന്നത് നല്ലതല്ലേ, ആണ്. പക്ഷെ പരസ്യമായി ദാനം ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. അതിനകത്ത് ആളുകൾ കാണണം എന്നുള്ള ഒരു താല്പര്യം മറ്റു കാര്യങ്ങളൊക്കെ നമ്മളെ നീയത്തിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് സ്വാഭാവികമായിട്ടും അതിന്റെ കൂലി നഷ്ടപ്പെടും. ഓത്തിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. നമ്മള് ഉറക്കം ഓതുന്നത് ആൾക്കാർ കേൾക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അതിന്റെ കൂലി നഷ്ടപ്പെടും. പതുക്കെ ഓതുന്നവൻ രഹസ്യമായി ദാനം ചെയ്യുന്നവനെ പോലെയാണ്. രഹസ്യമായി ദാനം ചെയ്യുമ്പോൾ പിന്നെ ആരും അത് അറിയാനൊന്നും പോകുന്നില്ല. അതിന്റെ കൂലി അവനക്ക് കിട്ടുകയും ചെയ്യും. അങ്ങനെ ആൾക്കാരെ അറിയാനും വേറെ എന്തെങ്കിലും ഉദ്ദേശങ്ങളൊക്കെ ഉണ്ടാണെങ്കിൽ ആളുകൾ പരസ്യമായിട്ട് കൊടുക്കും. അതിനർത്ഥം പരസ്യമായി കൊടുക്കണ്ടെന്നോ പരസ്യമായി ഓതണ്ടെന്നോ അല്ല. അതിനകത്ത് ഇങ്ങനെ ഒരു എലമെന്റ് ഉണ്ട്, അത് നിങ്ങൾ സൂക്ഷിക്കണം എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറയുന്നത് കേട്ടോ. രഹസ്യമായി ചെയ്യുമ്പോൾ അത് മനോഹരമാണ്. അതേതായാലും അള്ളാഹുവിന് വേണ്ടി ഗോപ്യമായി ചെയ്യുന്ന നന്മകൾ ഗോപ്യമായി ചെയ്യുക
എന്ത് സ്വഹാബിമാരുടെ അല്ലെങ്കിൽ പ്രവാചകന്മാരുടെ ഒക്കെ ഒരു പതിവായിരുന്നു എന്നാണ്. തിന്മകളാണ് അവർ രഹസ്യമായിട്ട് പിന്നെ അല്ല തിന്മകളാണ് അവര് പരസ്യമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നേരെ തിരിച്ചാണ്. ഇപ്പം നമ്മള് പിന്നെ നന്മയൊക്കെ ഭയങ്കര ഒച്ചയും പുളിയൊക്കെ ആയിരിക്കും. നന്മകൾ നമ്മൾ ചെയ്യാൻ നിന്നാൽ അത് എല്ലാവരും അറിയും അല്ലെ. പക്ഷെ നമ്മൾ തിന്മയാണ് ചെയ്യണമെങ്കിൽ ഒരു മനുഷ്യനറിയില്ല. അവര് നേരെ തിരിച്ചായിരുന്നതാണ്. മുസ്ലിം ഉമ്മത്തിന്റെ ആദ്യകാല സാരഥികൾ എന്ന് പറയുന്നത് ഒരു നന്മകൾ വളരെ രഹസ്യമായിട്ട് ചെയ്യും. അപ്പൊ അബൂബക്കർ റളിയല്ലാഹുവിന്റെയും ഉമർ റളിയല്ലാഹുവിന്റെയും ജീവിതത്തിൽ ധാരാളം ഉദാഹരണങ്ങളുണ്ട്. ആടിനെ കറന്നു കൊടുക്കുന്നത്. ആടിനെ കറന്നു കൊടുക്കുന്ന വീട്ടിൽ സ്ത്രീക്ക് അറിയില്ല ആരാണ്. സുബഹിസ്കാരം കഴിഞ്ഞ് വന്നിട്ട് ഒരു മനുഷ്യനെ ആടിനെ കറന്നു വന്നിട്ട് മേശപ്പുറത്ത് പാല് വെച്ചിട്ട് പോവാണ്. അപ്പം ചോദിക്കുമ്പോഴാണ് പറയുന്നത് ഉമറാണ് അല്ലെങ്കിൽ അബൂബക്കറാണ്. കുറെ കാലമായല്ലോ. അപ്പം അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിനെ കുറിച്ച് പിന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംഭവങ്ങൾ ഇതുപോലെ കുറെ സാധനങ്ങൾ കാണുന്നത്. അതുപോലെ അലി റളിയല്ലാഹുവിന്റെ ഒരു മകനുണ്ട്. പിന്നെ അദ്ദേഹം സൈനുൽ ആബിദീൻ. അദ്ദേഹം പിന്നെ വലിയ പണ്ഡിതനായിരുന്നു. അപ്പം അദ്ദേഹം മരിച്ചിട്ട് അദ്ദേഹത്തിന്റെ മയ്യത്ത് കുളിപ്പിക്കുന്ന നേരത്ത് ഇങ്ങനെ മുതുകില് അങ്ങനെ ചുമലിന്റെ ഭാഗത്ത് ഒരു വലിയ കറുത്ത പാട്, ഒരു തഴമ്പ് കണ്ടു. അപ്പൊ എന്താണിത് സംഭവം എന്ന് അന്വേഷിച്ചപ്പോഴാണ് ആ നാട്ടിലുള്ള പാവങ്ങൾക്ക് അദ്ദേഹം തന്റെ ചുമലിൽ ധാന്യങ്ങളും വസ്തുക്കളും ആഹാര വസ്തുക്കളൊക്കെ ചുമന്നു കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു എന്നുള്ള അതിന്റെ ഒരു തഴമ്പാണ്. വർഷങ്ങളോളം അദ്ദേഹം അങ്ങനെയാണ് ജീവിച്ചതെന്നൊക്കെയുള്ള ചരിത്രം നമുക്ക് കാണാൻ സാധിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയായിരുന്നു നന്മകൾ രഹസ്യമായി ചെയ്യുന്ന ആളുകളായിരുന്നു. ഇപ്പൊ ഇവിടെ ആ ഒരു ആശയത്തിലേക്കും ആ ഒരു സ്വഭാവത്തിലേക്കുമാണ് ഇവിടെ ഖുർആൻ നമുക്ക് വെളിച്ചം വീശുന്നത്. ഖുർആൻ പരസ്യമായി ഓതുന്ന ആൾക്ക് പ്രതിഫലമുണ്ട്, കൂലിയുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ അതിൽ പരസ്യമായി ദാനം ചെയ്യുന്നവനെ പോലെ ഉള്ള ഒരു പ്രശ്നം, കൂലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതിന്റെ നിയ്യത്ത് മാറിപ്പോയത് എന്നാണ് അപ്പൊ പറഞ്ഞത്. ഇനി നമ്മുടെ അസൈൻമെന്റിന്റെ കാര്യമാണ്. അസൈൻമെന്റ് കുറച്ച് ആളുകൾ മാത്രമാണ് തയ്യാറാക്കിയിട്ടുള്ളത്. എല്ലാ ആളുകളും ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാ ആളുകളും അസൈൻമെന്റ് എഴുതണം. അസൈൻമെന്റ് എഴുതിയിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതിനെ പറ്റിയുള്ള വിലയിരുത്തലുകളിലേക്ക് പോകാം. കാരണം എന്താ പറയുക, അസൈൻമെന്റ് നിങ്ങൾ എഴുതിയാലാണ് അത് വ്യക്തമാവുള്ളൂ. ഓരോ നമസ്കാരങ്ങളിൽ നബി ഖുർആൻ പാരായണം ഏതൊക്കെ പിന്നെ സൂറത്തുകളാണ്, ഏതൊക്കെ നമസ്കാരങ്ങളിലാണ്, ഏതൊക്കെ റക്അത്തുകളിലാണ് പാരായണം ചെയ്തതെന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഇൻഷാ അല്ലാഹ് അത് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ അയച്ച ആളുകൾ ഒന്നുകൂടെ ഒന്ന് ഗ്രൂപ്പിൽ അയക്കുക, അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് അയച്ചാലും മതി. എനിക്ക് പേഴ്സണലായിട്ട് അയക്കുമ്പോൾ പല ആളുകളുടെ നമ്പർ അയക്കണോണ്ട് എന്റെ ഫോണിൽ എല്ലാ ആളുകളുടെയും നമ്പർ സേവ് ആയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ആരാണ് അയക്കണം എന്നുള്ള കാര്യം പെട്ടെന്ന് അറിയാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ അയക്കുമ്പോൾ നിങ്ങളുടെ പേര് കൂടി ഒന്ന് ചേർത്ത് അയക്കണമെന്നൊരു അഭ്യർത്ഥനയുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് നമുക്ക് അന്ന് അവസാനിപ്പിക്കാം. ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അസ്സലാമു അലൈക്കും. ഇസ്ലാം ഉസ്താദ്, എനിക്ക് സംശയം. അപ്പോ നമ്മൾ പതുക്കെ ഒന്ന് നമസ്കാരം ഉണ്ടല്ലോ, ആ അതിപ്പോ ഇമാമിന്റെ കൂടെ നിസ്കരിക്കുകയാണെങ്കിൽ ഈ ആ ഇമാമ് ഫാത്തിഹ ഓതി സൂറത്ത് ഓതി, നമ്മൾ ഫാത്തിഹ സൂറത്ത് ഓതി, പിന്നെ നമുക്ക് സമയം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫാത്തിഹ ഓതി ഒരുപാട് സമയമൊന്നും ഉണ്ടാവില്ല. ഖുർആൻ ഓതാം, അടുത്ത സൂറത്ത് ഓതാം. അങ്ങനെ മുഫസ്സലായ സൂറത്തുകളൊക്കെ നബി ചേർത്ത് ഓതിയിട്ടുണ്ടല്ലോ. ഓതാല്ലേ? ആ. സാധാരണ ഫാത്തിഹ മാത്രം ഓതിയിട്ട് അങ്ങോട്ട് പോകാറാണ് പതിവ്. ഇതേപോലെ നമുക്ക് അതിന്റെ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുചേരൽ ഒരു സാലിഹായ അമലായി സ്വീകരിക്കുവാനായിട്ട്, കൂടുതൽ അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ഉള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുവാനായിട്ട്. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. നമ്മുടെ രോഗിയും സാമ്പത്തിക ബുദ്ധിമുട്ടും ശാരീരിക ബുദ്ധിമുട്ടും ആളുകളുണ്ട്. അവർക്കൊക്കെ അല്ലാഹു എത്രയും പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കുവാനായിട്ട്. മരിച്ചു മറിഞ്ഞുപോയ അവരെയും മുമ്പേയും അല്ലാഹു നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് വെക്കുവാനാകട്ടെ. നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബക്കാരെയൊക്കെ അല്ലാഹു സ്വാലിഹായ ആളുകളായി നമുക്ക് കണ്ണിന് കുളിർമ കിട്ടുന്ന ആളുകളാക്കി ഇഹലോകത്തും പരലോകത്തും ഒക്കെ നമുക്ക് ഉപകാരം ചെയ്യുന്ന ആളുകളാക്കി മാറ്റുവാനാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وإقام الحاجات.
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين وصلى الله على نبينا محمد والحمد لله رب العالمين. അയക്കാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ അസൈൻമെന്റ് അയക്കാട്ടോ. ആകെ 3-4 ആൾക്കാരൊക്കെയാണ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് അയച്ചിട്ടുള്ളത്. ബാക്കിയുള്ള ആളുകൾ കൂടി ഇന്ന് അല്ലെങ്കിൽ നാളെയൊക്കെ ഈ അടുത്ത ദിവസങ്ങൾക്കുള്ളിൽ തന്നെ, അടുത്ത ക്ലാസ്സിനുള്ളിൽ തന്നെ എഴുതി തയ്യാറാക്കി അയക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അയച്ച ആളുകൾക്ക് പ്രത്യേക അഭിനന്ദനം അറിയിക്കുകയാണ്. ആദ്യം അയച്ച ആളുകൾക്കൊക്കെ നമ്മുടെ വക ഒരു സമ്മാനം ഇൻഷാ അല്ലാഹ് ഉണ്ടായിരിക്കും. ഓക്കെ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു